തദ്ദേശ തെരഞ്ഞെടുപ്പിലെ AI ഉപയോഗിച്ചുള്ള പ്രചാരണത്തിന് കർശന നിരീക്ഷണം ഏർപ്പെടുത്തിയതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വ്യാജ ചിത്രങ്ങളും ശബ്ദ സന്ദേശങ്ങളും ഉപയോഗിച്ചുള്ള പ്രചാരണങ്ങളിൽ നടപടിയുണ്ടാകും. രാഷ്ട്രീയ പാർട്ടികളുടെ ഔദ്യോഗിക പേജുകളിൽ ഇത്തരം ഉള്ളടക്കമുണ്ടെങ്കിൽ നീക്കം ചെയ്യണം. AI പ്രചാരണങ്ങളിൽ നിർമ്മാതാവിന്റെ പേര് വിവരങ്ങൾ നൽകണമെന്നും നിർദ്ദേശം. പി സഫാൻ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകും. സഫാൻ, ഈ AI ഉപയോഗിച്ചുള്ള പ്രചാരണം, ഇതിന് എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ ഇപ്പോൾ നൽകുന്നത്? അമൃത, AI ഉപയോഗിച്ചുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുള്ള പ്രചരണം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണവുമായി ബന്ധപ്പെട്ട് വ്യാപകമായി തകൃതിയായി നടക്കുന്ന പശ്ചാത്തലത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനൊരു മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുള്ളത്. സഫാൻ, വൈബ്രേഷൻ കാരണം സഫാൻ പറയുന്നതൊന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ AI ഉപയോഗിച്ചുള്ള പ്രചാരണത്തിന് കർശന നിരീക്ഷണം ഏർപ്പെടുത്തിയതായാണ് ഇപ്പോൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിക്കുന്നത്. വ്യാജ ചിത്രങ്ങളും അതുപോലെ തന്നെ ശബ്ദ സന്ദേശങ്ങളും ഉപയോഗിച്ചുള്ള പ്രചാരണങ്ങളിലൊക്കെ നടപടിയുണ്ടാകും. ഒപ്പം രാഷ്ട്രീയ പാർട്ടികളുടെ ഔദ്യോഗിക പേജുകളിൽ ഇത്തരം ഉള്ളടക്കമുണ്ടെങ്കിൽ നീക്കം ചെയ്യണമെന്നുള്ളൊരു നിർദ്ദേശം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതുപോലെ AI പ്രചാരണങ്ങളിൽ നിർമ്മാതാവിന്റെ പേര് വിവരങ്ങൾ നൽകണം എന്നുള്ളൊരു നിർദ്ദേശം കൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് വയ്ക്കുന്നു. സഫാൻ VP തുടരുന്നുണ്ട്. സഫാൻ, കേൾക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു, തുടർന്നോളൂ. അമൃത, AI ഉപയോഗിച്ചുള്ള ഈ പ്രചരണങ്ങൾ, തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള പ്രചരണങ്ങൾ തകൃതിയായി നടക്കുന്ന സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിൻ്റെ ഒരു മാർഗനിർദ്ദേശം പുറത്ത് വിട്ടിട്ടുള്ളത്. ഡീപ് ഫേക്ക് വീഡിയോകൾ, ഓഡിയോകൾ തുടങ്ങിയ പ്രചരണങ്ങൾക്ക് കർശനമായ നിയന്ത്രണമുണ്ട്. ഒരാളുടെ ഐഡന്റിറ്റിയെ 10% മറക്കുന്ന വിധത്തിലുള്ള ഡീപ് ഫേക്ക് വീഡിയോ, ഓഡിയോ സന്ദേശങ്ങൾ ഉപയോഗിക്കാൻ പാടില്ലെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ വ്യാപകപരമായ ഈ ഡീഫേക്ക് വീഡിയോകളും മറ്റും ഉപയോഗിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരണങ്ങൾ നടക്കുന്ന പശ്ചാത്തലത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകിയിട്ടുള്ളത്. സിനിമാ താരങ്ങൾ, മരിച്ചുപോയ രാഷ്ട്രീയ നേതാക്കളൊക്കെ ഈ തദ്ദേശ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് ചോദിക്കുന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി നടക്കുന്നുണ്ടായിരുന്നു. ഇതിനെതിരെയാണ് ഇപ്പോൾ ഒരു മുന്നറിയിപ്പ് എന്ന നിലയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരത്തിലുള്ളൊരു മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുള്ളത്. നിലവിലുള്ള IT ആക്ടുകൾക്കും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങൾക്കും അനുസൃതമായിട്ടായിരിക്കണം ഇത്തരത്തിലുള്ള ഓഡിയോ വീഡിയോകൾ പ്രചരിപ്പിക്കേണ്ടത്. ഇനി ഇത്തരത്തിൽ പ്രചരണ രംഗത്ത് ഉപയോഗിക്കുമ്പോൾ തന്നെ നിർമ്മാതാവിൻ്റെ പേര്, ഇത്തരത്തിൽ ഇത് നിർമ്മിക്കുന്നതിൻ്റെ പേര് ഈ വീഡിയോക്കൊപ്പം അല്ലെങ്കിൽ ഈ പോസ്റ്ററുകൾക്കൊപ്പം നൽകണം എന്നുള്ളൊരു നിർദ്ദേശം കൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്നുണ്ട്. ഈ നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള വ്യാപകമായ പരാതികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുന്നിൽ എത്തിയതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരമൊരു നിർദ്ദേശം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയിട്ടുള്ളത്. അമൃത, ഇത്തരത്തിൽ നിലവിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ ഔദ്യോഗിക പേജുകളിൽ ഇത്തരത്തിലുള്ള വീഡിയോ കണ്ടന്റുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് ഉടൻ തന്നെ നീക്കം ചെയ്യണമെന്നുള്ള കർശന നിർദ്ദേശവും അല്ലെങ്കിൽ സ്ഥാനാർത്ഥിക്കെതിരെയും രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെയും നടപടി സ്വീകരിക്കുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ ഒരു വാർത്താക്കുറിപ്പിൽ ഒരു മുന്നറിയിപ്പായിട്ട് തന്നെ നൽകിയിട്ടുണ്ട്. അമൃത. ശരി സഫാൻ.